Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ നോക്കണ്ടേ? നോക്കാം. യെസ്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ചിരിക്കുന്ന പാവ. ചിരിക്കുന്ന പാവ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഒരു റോബോട്ട് പാവയാണ് കേട്ടോ. ഇതെന്ത് പാവയാണ്? റോബോട്ട് പാവയാണ്. ഈ റോബോട്ട് പാവ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. കണ്ടായിരുന്നോ? റോബോട്ട് പാവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ എഴുതിയിരിക്കുന്നേ? ടീച്ചർ വായിച്ചു എന്നല്ലോ. എന്തൊക്കെയായിരുന്നു? കറുത്ത മുടി, ചുവന്ന ചുണ്ട്, പച്ചക്കുപ്പായം, നീലവള, നീലമാല. എന്ത് ചെയ്യാ? ഈ റോബോട്ട് പാവയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിറം നൽകണം. അതായിരുന്നു പ്രവർത്തനം 6. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിരുന്നില്ലേ? അത് എങ്ങനെയായിരുന്നു? കറുത്ത മുടി. അപ്പൊ മുടിക്ക് എന്ത് നിറം നൽകണമായിരുന്നു? കറുപ്പ്. മുടിക്ക് കറുത്ത നിറം നൽകണമായിരുന്നു. മുടിക്ക് കറുത്ത നിറം. വെളിയിൽ പോകാതെ എന്ത് ചെയ്യണം? കളർ ചെയ്യണം അല്ലേ? ഓക്കെ. ഇനി ഇവിടെ താഴെ മുടിയുണ്ട്. അപ്പൊ മുടിക്ക് എന്ത് ചെയ്തു? കറുത്ത നിറം. ഇവിടെയും മുടിയുണ്ട്. മുടിക്ക് കറുപ്പ് നിറം കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞേ? ചുവന്ന ചുണ്ട്. ചുണ്ടിന് എന്ത് നിറമാണ്? ചുവപ്പ് നിറം. ചുണ്ടിന് എന്ത് നിറം? ചുവപ്പ് നിറം. അപ്പൊ ചുണ്ടിന് ചുവപ്പ് നിറം ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ചുണ്ടിന് ചുവപ്പ് നിറം കൊടുത്തു. പച്ചക്കുപ്പായം. കുപ്പായത്തിന്റെ നിറം എന്താണ്? പച്ച. പച്ച നിറത്തിലുള്ള കുപ്പായം. അപ്പൊ ഈ കുപ്പായത്തിന് പച്ച നിറം കൊടുക്കണമായിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും ക്രയോൺ കൊണ്ടുപോയായിരുന്നോ? ക്രയോൺസ് കൊണ്ടുപോയോ? ക്രയോൺസ് കൊണ്ടുപോയിട്ട് ഇതുപോലെ കളർ ചെയ്തോ? പച്ച നിറം കൊടുത്തോ? പച്ച കുപ്പായം. കുപ്പായത്തിന് പച്ച നിറമാണ് കൊടുക്കാനുള്ളത്. കുപ്പായത്തിന് പച്ച നിറം. ഓക്കെ, കുപ്പായത്തിന് പച്ച നിറം. നീലവള. വളയുടെ നിറം എന്താണ്? നീല. വളയ്ക്ക് എന്ത് നിറമാണ് കൊടുക്കേണ്ടത്? നീല നിറം കൊടുക്കണം. വളയ്ക്ക് നീല നിറം. അപ്പൊ വളയ്ക്ക് ഇവിടെ നീലവള, നീലവള. ഇനി എന്താ പറഞ്ഞേ? നീലമാല. അപ്പൊ മാലയ്ക്ക് എന്ത് നിറം കൊടുക്കണമായിരുന്നു? നീല നിറം. മാലയ്ക്ക് നീല നിറം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഒന്നാമത്തെ ആക്ടിവിറ്റി. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തില്ലേ? ഒന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തല്ലോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാവേ. രണ്ടാമത്തെ ആക്ടിവിറ്റി ആടാം പാടാം. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ആടാം പാടാം. ഇതാ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യുന്നു? റോബോട്ട് എന്ത് ചെയ്യുവാണ്? റോബോട്ട് പാടുന്നു, റോബോട്ട് ആടുന്നു. ഇപ്പൊ എന്താണെന്ന് നോക്കാം. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാ. പാവ, പാവ, ആടുന്ന പാവ. ഇനി എന്തൊക്കെ നമുക്ക് എഴുതാം?
പാവ പാവ പാടുന്ന പാവ പാടുന്ന പാവ. ഇനി അടുത്ത് നമുക്ക് വീണ്ടും എന്തെഴുതാം? പാവ പാവ ചാടുന്ന പാവ. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. പാടുന്ന പാവ, ചാടുന്ന പാവ, കളിക്കുന്ന പാവ, നിൽക്കുന്ന പാവ, ഇരിക്കുന്ന പാവ, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. പാവ പാവ ചിരിക്കുന്ന പാവ. അപ്പൊ ഈ പാവയുടെ പ്രത്യേകതകളാണ്. പാവ പാവ ആടുന്ന പാവയെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ എഴുതണമായിരുന്നു. പാവ പാവ പാടുന്ന പാവ, പാവ പാവ ചാടുന്ന പാവ, പാവ പാവ ചിരിക്കുന്ന പാവ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഇതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. അടുത്ത എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 8, ചെറുതും വലുതും. തരംതിരിക്കാം, വരച്ചു ചേർക്കാം. തരംതിരിക്കാം, വരച്ചു ചേർക്കാം എന്നുള്ളതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. ഇവിടെ വലിയ പൂക്കളും ചെറിയ പൂക്കളെയും വേർതിരിക്കണം. നമ്മുടെ റോബോട്ടും ടീച്ചറും കുട്ടികളും ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ നിറയെ പൂക്കൾ. അപ്പോൾ റോബോട്ട് എന്ത് ചെയ്തു? വലിയ പൂക്കളെ വലിയ ഇലയിൽ വെച്ചു, ചെറിയ പൂക്കളെ ചെറിയ ഇലയിൽ വെച്ചു. വലിയ പൂക്കൾ ഏതൊക്കെയാണ്? റോസ വലിയ പൂവാണോ ചെറിയ പൂവാണോ? റോസ വലിയ ഇലയിൽ വെക്കണം, വലിയ പൂവാണ്. ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ചെമ്പരത്തി വലിയ പൂവാണ്, അപ്പോൾ വലിയ ഇലയിൽ വെച്ചു. ഡാലിയ ഡാലിയയും വലിയ പൂവാണ്, അപ്പോൾ ഡാലിയ എന്ത് ചെയ്യണം? വലിയ ഇലയിൽ വെക്കണം. തെച്ചി തെച്ചി ചെറിയ പൂവാണ്, ചെറിയ ഇലയിൽ വെക്കണം. മുല്ല മുല്ല ചെറിയ പൂവാണ്, ചെറിയ ഇലയിൽ വെക്കണം. ഇതേ ക്വസ്റ്റ്യൻ ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എല്ലാവരും ചെയ്തില്ലേ? യെസ്, ചെയ്തു. അപ്പൊ ഇതായിരുന്നു 8ാമത്തെ പ്രവർത്തനം. ഇനി അടുത്ത 9ാമത്തെ പ്രവർത്തനം നോക്കാം. 9ാമത്തെ പ്രവർത്തനം വലിയ ചെടി. വായിക്കാം, വരയ്ക്കാം. ഒരു വലിയ ചെടി വരയ്ക്കണം. 9ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഒരു വലിയ ചെടി വരയ്ക്കുക. അപ്പൊ ചെടി എല്ലാവരും വരച്ചിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യണം? ചെറിയ ഇലകളാണ്. ചെടിക്ക് ചെറിയ ഇലയാണ് കേട്ടോ. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കണമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നിറം നൽകണമായിരുന്നു. അപ്പോൾ ചെടി വരച്ചു. ചെടിക്ക് എന്താ കൊടുക്കേണ്ടേ? ചെറിയ ഇലയാണ് കൊടുക്കേണ്ടത്. ചെടിക്ക് എന്താണ്? ചെറിയ ഇല. അപ്പോൾ ചെറിയ ഇല വരയ്ക്കണം. ചെടിയിൽ ചെറിയ ഇല വരയ്ക്കണം. ചെറിയ ഇല. ഓക്കേ, ചെറിയ ഇല. ചുവന്ന പൂവ്. അടുത്തെന്താ പറയുന്നേ? ചുവന്ന പൂവ്. ചുവപ്പ് നിറത്തിലുള്ള എന്ത് വരയ്ക്കണം? പൂവ് വരയ്ക്കണം. ചുവപ്പ് നിറത്തിലുള്ള പൂ വരയ്ക്കണം. ഇതുപോലെ നിങ്ങളെല്ലാവരും പെൻസിൽ ഉപയോഗിച്ച് നല്ലതുപോലെ വരച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് വരയ്ക്കാനായിരുന്നു 9ാമത്തെ പ്രവർത്തനം. വലിയ ചെടി വരയ്ക്കണം, ചെറിയ ഇല വരയ്ക്കണം, ചുവന്ന പൂ വരയ്ക്കണം. ഓക്കെ, ഇതായിരുന്നു പ്രവർത്തനം 9. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. 10ാമത്തെ പ്രവർത്തനം ഇതളുകൾ വരച്ചു ചേർക്കൂ. എന്താണെന്ന് അറിയാവോ? റോബോട്ട് പുറത്ത് കുട്ടികളുമായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പൂക്കളെല്ലാം തിരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് റോബോട്ട് പറഞ്ഞു 5 ഇതളുള്ള പൂക്കളെ കുട്ടയിലിടാനായിട്ട് പറഞ്ഞു. അങ്ങനെ 5 ഇതളുള്ള പൂവുകളെ കുട്ടയിലേക്ക് ഇടണം. മനസ്സിലായോ? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ചെമ്പരത്തി പൂവിന് 5 ഇതളുണ്ടോ? ഉണ്ട്. ചെമ്പരത്തി പൂവിന് എത്ര ഇതളാണുള്ളത്? 5 ഇതളുകൾ. ചെമ്പരത്തി പൂവിന് 5 ഇതളുകൾ. കോളാമ്പി പൂവിനോ? 1 2 3 4 5. കോളാമ്പി പൂവിനും 5 ഇതളാണ്. അപ്പോൾ അതിങ്ങോട്ടേക്ക് കുട്ടയിലോട്ട് വരയ്ക്കുക. റോസാപ്പൂവിനോ? കൂടുതൽ ഇതളുകളുണ്ട്, വരയ്ക്കാൻ പറ്റില്ല. നിത്യകല്യാണിക്കോ? 1 2 3 4 5. അതെ, 5 ഇതളുകളാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് വരച്ചു. ഡാലിയ പൂവിനോ? നിറയെ ഇതളുകളുണ്ട്, വരയ്ക്കാൻ പറ്റില്ല. മുല്ലപ്പൂവിനോ? 1 2 3 4 5. മുല്ലപ്പൂവിനെ ഈ കുട്ടയിലോട്ട് വരയ്ക്കുക. അരളിപ്പൂവാണെങ്കിലോ? 1 2 3 4 5. അതെ, അരളിപ്പൂവിനും 5 ഇതൾ. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരുന്നത് ഏത് മാത്രമാണ്? ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവിന് 5 ഇതളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു പ്രവർത്തനം 10. എല്ലാവരും ആൻസർ എഴുതിയല്ലോ? തെറ്റാതെ എഴുതിയല്ലോ? 10ാമത്തെ പ്രവർത്തനം. ഇന്റഗ്രേഷൻ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? വളരെ എളുപ്പമായിരുന്നില്ലേ? എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്
ഒന്നാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.